മാഷേ, ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിന് ആ ഒരു ടൈം മാറ്റേണ്ട കാലഘട്ടമായി എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ 2 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് മത്സരിക്കുന്നത്. അത് മത്സരിക്കുന്നത് ജനറൽ വാർഡുകളല്ല, മറിച്ച് സ്ത്രീ സംവരണ വാർഡുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ സംവരണ വാർഡ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്, അതായത് അവർ മാറിയല്ലോ, സ്ത്രീയായിട്ട് മാറിയല്ലോ, അതുകൊണ്ട് മത്സരിക്കാം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ പിന്നെ അവർക്ക് എന്തിനാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന ടൈം ഉപയോഗിച്ച് അവരെ വിശേഷിപ്പിക്കുന്നത്? അവർ മാറിയല്ലോ. ഇനിയിപ്പോ സ്ത്രീ പുരുഷനായെങ്കിൽ അതും ട്രാൻസ്ജെൻഡർ അല്ല, അത് പുരുഷനാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യമില്ലേ മാഷെ? മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ എന്തോ സുപ്രധാനമായിട്ടുള്ള കാര്യമുണ്ട്, ഒരു വിധി ഇന്നലെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആവർത്തിച്ച് ഉന്നയിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. സാധാരണക്കാരായ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഉയരേണ്ട ഒരു ചോദ്യവുമാണ്. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് മൂന്നാമതൊരു ലിംഗമായി, മൂന്നാമതോ ഒന്നാമതോ അത് എന്തെങ്കിലും ആവട്ടെ, ഫസ്റ്റ് ജെൻഡർ, സെക്കൻഡ് ജെൻഡർ, തേർഡ് ജെൻഡർ, അങ്ങനെ ഒരു മൂന്നാമത് ജെൻഡറായിട്ട് പരിഗണിക്കുകയും പ്രത്യേകമായ അവകാശത്തിന് വേണ്ടി വാദിക്കുകയും പ്രത്യേക ഐഡന്റിറ്റി നിലനിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ എന്നാണ് നമ്മുടെ ധാരണ. അത് ഒരു ലൈംഗികമായ അർത്ഥത്തിൽ ശരിയാണ്, പക്ഷെ ബയോളജിക്കൽ ലൈംഗികമായ അർത്ഥത്തിൽ വേണമെങ്കിൽ ഇപ്പം ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഈ LGBT എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലൊക്കെ പെടുത്താം. പക്ഷേ ഒരു സോഷ്യോളജിക്കലി സംസാരിക്കുമ്പോൾ, രാജ്യത്തിൻ്റെ അവകാശങ്ങൾ വീതം വെക്കുമ്പോൾ ഇത്തരം അവസരങ്ങൾ അനുവദിക്കുകയോ നിഷേധിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ ട്രാൻസ്ജെൻഡറിന് പ്രത്യേകമായ പരിഗണന ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രജിത ഉയർത്തിയത്. ആ ചോദ്യം വളരെ ന്യായമാണ്. അതാണ് ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ വിധി പറഞ്ഞു. എന്താണ്? കേരളത്തിലെ 2 ജില്ലാ പഞ്ചായത്തുകളിലേക്ക് സ്ത്രീ സംവരണ വാർഡുകൾ, സ്ത്രീ സംവരണ കോട്ടയിൽ മത്സരിക്കുന്നു. 2 പേരും ട്രാൻസ്ജെൻഡറാണ്. ഒന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലേക്ക് പോത്തങ്കോട് ഡിവിഷനാണെന്ന് എൻ്റെ ഓർമ്മ. പോത്തങ്കോട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡറാണ്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ വയലാർ ഡിവിഷനിൽ നിന്നും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു ട്രാൻസ്ജെൻഡറാണ്. ട്രാൻസ്ജെൻഡർ എങ്ങനെയാണ് ലേഡിയാവുക? അതാണ് ചോദ്യം വന്നത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിധി എന്താണോ രേഖയിൽ, അപ്പോൾ അവർ പറഞ്ഞു രേഖയിൽ ഇപ്പോൾ ഞാൻ ലേഡിയാണ്, അതുകൊണ്ട് ഇപ്പോൾ ലേഡി ആയി കഴിഞ്ഞാൽ പിന്നെ അവർ ലേഡിയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് പീരീഡ് മാത്രമല്ലേ അവർക്കൊരു പ്രത്യേക പരിഗണന ആവശ്യമുള്ളൂ, അതിൻ്റെ ഒരു മെഡിക്കൽ കൺസിഡറേഷനിലേ ആവശ്യമുള്ളൂ. പുരുഷനായിരുന്ന കാലത്ത് പുരുഷ വാർഡിൽ മത്സരിക്കാം, അതാണ് അവരുടെ സൗഭാഗ്യം. പുരുഷനായിരിക്കുന്ന കാലത്തോളം പുരുഷ വാർഡിൽ മത്സരിക്കാം, സ്ത്രീ ആയിക്കഴിഞ്ഞാൽ സ്ത്രീ സംവരണ വാർഡിലും മത്സരിക്കാം. എന്ന് പറഞ്ഞാൽ ഈ സംവരണത്തിൻ്റെ ഒരു സ്വഭാവം മാറുന്നു എന്നല്ലാതെ അവരേതെങ്കിലും ഇത് രണ്ടുമല്ലാത്ത ഒരു വിഭാഗമായി പരിഗണിക്കേണ്ടത്, അവരുടെ ചരിത്രം നോക്കിയിട്ട് പരിഗണിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ അനുസരിച്ചാണ് അവരിപ്പോൾ ലേഡി സംവരണ വാർഡിൽ, വനിതാ സംവരണ വാർഡിൽ മത്സരിക്കുന്നത്. ഇതിന് സമാനമായ ഒരു ക്വസ്റ്റ്യൻ ഇന്നലെ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. മദ്രാസ് ഹൈക്കോടതിയിലെ കേസ് എന്താണെന്ന് വെച്ചാൽ, ഒരു മണി എന്ന ഒരു മനുഷ്യൻ, അതായത് പുരുഷനായിരുന്നയാൾ കോടതിയിൽ പോകുന്നു. അവർ തമിഴ്നാട്ടിലെ കുഡല്ലൂർ സെൻട്രൽ ജയിലിൽ മെയിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട്, പുരുഷനായ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ട് തടവുകാരെ പരിചരിച്ചിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരാളാണ് എസ് മണി. ഇവര് ഈ എസ് മണിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഈ ലക്ഷണങ്ങൾ കണ്ടു, അവരുടെ ജെൻഡർ മാറുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു, മെഡിക്കൽ സയൻസിലുള്ള ലഭ്യമായ ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്തു. അവർക്കൊരു ട്രാൻസിഷൻ പീരീഡ്, ഈ പറഞ്ഞ മാറ്റത്തിൻ്റെ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡ് അവർ ചികിത്സിച്ചു, സർജറികൾ കഴിഞ്ഞു. ഇപ്പോൾ അവർ സമ്പൂർണ്ണമായും ലേഡിയായിട്ട് മാറി. ഇപ്പോൾ അവർക്ക് കോടതിയിൽ പോയിരിക്കുന്നത് എന്താണ്? ഒന്ന്, അവർ ലേഡിയായി മാറിക്കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റ് നിലനിൽക്കില്ല, പോസ്റ്റിൽ അവർക്ക് തുടരാൻ പറ്റില്ല. കാരണം അവരുടെ പോസ്റ്റിൻ്റെ പേര് തന്നെ മെയിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് എന്നാണ്. പ്രത്യേകിച്ചും ജയിലിലാണ്. അത് മെയിൽ ആണുങ്ങൾക്ക് മാത്രം സംവരണം ചെയ്ത ജോലിയാണ്. അപ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് പൂർത്തിയായിട്ട് ലേഡിയായി കഴിയുമ്പോൾ ആ ജോലിയിൽ തുടരാൻ പറ്റില്ല, അവരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും പിരിച്ചുവിടല്ല, ആ ജോലി നഷ്ടപ്പെടുമല്ലോ അവർക്ക്. അപ്പോൾ അവർ കോടതിയിൽ പോയതാണ്. മദ്രാസ് ഹൈക്കോടതിയിലെ ഇന്നലത്തെ വിധി ഇങ്ങനെയാണ്. അവിടുത്തെ ഹൈക്കോടതിയിലെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജിയുടെ വിധിയാണ്. ആ ജഡ്ജിയുടെ പേര് ജസ്റ്റിസ് GK ഇളന്തിരയ്യൻ എന്നാണ്. ജസ്റ്റിസ് GK ഇളന്തിരയ്യൻ്റെ വിധിയാണ്. ചരിത്രപരമാണ്, നിർണായകമാണ് ആ വിധി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മെയിലായിരുന്ന കാലത്ത് അവർക്ക് ജോലി കൊടുത്തു, ഇപ്പോൾ അവർ ഫീമെയിലായി, അതുകൊണ്ട് അവരുടെ അന്നം മുട്ടിക്കാൻ പാടില്ല. സർക്കാർ ഒരു മനുഷ്യൻ എന്ന നിലയിൽ തമിഴ്നാട് സർക്കാർ അവർക്ക് ജീവിതം വാഗ്ദാനം ചെയ്തതാണ്. അവർക്ക് ബയോളജിക്കലായി, അവരുടേതല്ലാത്ത കാരണങ്ങളാൽ ബയോളജിക്കലായി അവരുടെ ശരീരം പുരുഷനിൽ നിന്ന് സ്ത്രീയായി മാറി എന്നതുകൊണ്ട് അവർക്ക് ഉപജീവനം വിലക്കാൻ പാടില്ല, ജീവിതം വിലക്കാൻ പാടില്ല, അവർക്ക് ജോലി കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നേരിടാൻ പോകുന്നൊരു ക്രൈസിസ് എന്താ?
കുഡല്ലൂർ ജയിലിൽ ഫീമെയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റ് ഇല്ല എന്ന് തീർച്ചയായിട്ടും സർക്കാരിന് വേണ്ടി വാദം വന്നു കോടതിയിൽ. സർക്കാരിൻ്റെ വക്കീൽ വാദിച്ചു, പബ്ലിക് പ്രോസിക്യൂട്ടർ. അപ്പോൾ ജഡ്ജി ചോദിച്ചത്, നിങ്ങൾക്ക് ആ ജയിലിലില്ലെങ്കിൽ നിങ്ങളുടെ ഈ സംസ്ഥാനത്തെ ഒരു ന്യായമായ എല്ലാ അവകാശങ്ങളും ഉള്ള ഒരു പൗരനാണല്ലോ അവർ. അങ്ങനെയാണെങ്കിൽ ആ ജയിലിലല്ലാതെ കേരള സർക്കാർ, ഈ തമിഴ്നാട് സർക്കാരിൻ്റെ കയ്യിൽ എത്ര പോസ്റ്റുകളുണ്ട്? ഫീമെയിൽ നഴ്സിംഗ് അസിസ്റ്റന്റിന് കൊടുക്കുക. അവർ യോഗ്യതയുള്ള ആളാണല്ലോ. നഴ്സിംഗ് അസിസ്റ്റന്റ് പോസ്റ്റിനുള്ള എല്ലാ യോഗ്യതയും അവർക്കുണ്ട്. പണ്ട് മെയിലായിരുന്നത് കൊണ്ട് അവർ മെയിൽ പോസ്റ്റിൽ ജോലി ചെയ്യുന്നുള്ളൂ എന്നേ ഉള്ളൂ. ഇപ്പോൾ അവർ ലേഡിയാണ്. അങ്ങനെയാണെങ്കിൽ ഫീമെയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് പോസ്റ്റ് എവിടെയാണോ ഉള്ളത്, തമിഴ്നാട് സർക്കാരിൻ്റെ കയ്യിൽ എവിടെയാണോ പോസ്റ്റ് വേക്കൻസി ഉള്ളത്, അത് കുഡല്ലൂരിന് ഏറ്റവും അടുത്ത്. എന്നിട്ട് പറയുന്നത്, സാധ്യമാണെങ്കിൽ കുഡല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ഫീമെയിൽ നേഴ്സിൻ്റെ പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ പോസ്റ്റിൽ തന്നെ അവരെ അടിയന്തരമായിട്ട് നിയമിക്കണം. മാത്രമല്ല, ഇത്രയും കാലം അവരെ പുറത്തു നിർത്തിയല്ലോ, സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി. എന്നാണെന്നറിയോ, കഴിഞ്ഞ കൊല്ലം 2024 ഡിസംബർ 1 മുതൽ അവർ പുറത്തു നിൽക്കുകയാണ്. അവർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. കാരണം എന്താ കാര്യം? അയോഗ്യത. മെയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന പോസ്റ്റിന് ഇനി അവർ അയോഗ്യയാണ് എന്നാണ് പറഞ്ഞത്. അവർ അയോഗ്യയാണ്. കാരണം ഈ എസ് മണി സർട്ടിഫിക്കറ്റ് പ്രകാരം ലേഡിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മെയിൽ നഴ്സിംഗിൽ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ അവർക്ക് എസ് മണി എന്ന ലേഡിക്ക് ഇനി മുതൽ ഫീമെയിൽ എന്ന അംഗീകാരം കൊടുക്കുകയും ഫീമെയിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, കഴിയുമെങ്കിൽ അത് കുഡല്ലൂരിൽ തന്നെ, അവരുടെ നാട്ടിൽ തന്നെ നിയമിച്ചു കൊടുക്കണം എന്ന ഉത്തരവാണ് 2004 ഡിസംബർ 1 മുതലുള്ള ശമ്പളം കിട്ടാത്ത കാലത്തുള്ള മുഴുവൻ ശമ്പളവും കുടിശ്ശികയും നഷ്ടപരിഹാര സഹിതം അവർക്ക് കൊടുക്കണമെന്നുമാണ് ഉത്തരവ്. 2 ആഴ്ചക്കുള്ളിൽ കൊടുത്തിരിക്കണമെന്നാണ് ഉത്തരവ്. ഇതിപ്പോൾ തമിഴ്നാട്ടിലെ ഏതോ ഒരു ഹൈക്കോടതി വിധി എന്നതല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മളിതിനെ കാണുന്നത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെയാണ് സമൂഹം അഡ്രസ്സ് ചെയ്യേണ്ടത്. ഒന്നുകിൽ ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേകമായിട്ട് റിസർവേഷൻ ഉണ്ട് പല പോസ്റ്റുകളിലും. അപ്പോൾ അവർക്ക് പോസ്റ്റിംഗ് കൊടുക്കണം, ആ തരത്തിൽ പോസ്റ്റിംഗ് കൊടുക്കണം. ആ പോസ്റ്റിംഗ് കൊടുക്കുമ്പോൾ ഉള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് നേഴ്സിംഗ് മേഖലയിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ട്രാൻസ്ജെൻഡർ ആയ ഒരാൾ പുരുഷനെ ട്രീറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സ്ത്രീയെ ട്രീറ്റ് ചെയ്യുമ്പോഴും ഒരുതരം വിവേചനം അവർ മാനസികമായിട്ടൊക്കെ നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ, ഈ 2 കളത്തിൽ തന്നെ നിൽക്കുന്നതാണ് അവർക്ക് ജോലിക്കും ജീവിതത്തിനും ഒക്കെ സേഫ്റ്റി. അതാണ്. പക്ഷെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഈ ട്രാൻസ്ജെൻഡർ സംവരണം അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? അത് എനിക്ക് തോന്നുന്നു ഒരു ട്രാൻസിഷൻ പീരീഡ് എടുത്തിട്ട് ഒന്നുകിൽ പുരുഷൻ, നിശ്ചിത കാലം പുരുഷൻ, അത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. നമ്മളൊക്കെ ജീവിതകാലം മുഴുവൻ ഒന്നുകിൽ പുരുഷനാകും അല്ലെങ്കിൽ സ്ത്രീയാകും. അതിന് പകരം ജീവിതത്തിൻ്റെ ഒരു നിർണായക കാലം, ഈ എന്താ പറയാം, നമ്മൾ അർദ്ധനാരീശ്വരൻ എന്ന് പറയില്ലേ, അത് തന്നെ കൺസെപ്റ്റ്. ജീവിതത്തിൻ്റെ പകുതി കാലം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലം പുരുഷൻ, അത് കഴിഞ്ഞിട്ട് സ്ത്രീ. ഇങ്ങനെ 2 വേഷങ്ങളും ആടാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അവസരം കിട്ടുന്ന ഭാഗ്യവാന്മാരുടെ പട്ടികയിൽ അവരെ പെടുത്തുകയായിരിക്കും നന്നാവുക. അവരൊരു എന്തോ ഗതികെട്ടൊരു വിഭാഗമായിട്ട് അവരെ കാണുന്നതിന് പകരം ഇത്തരത്തിൽ 2 സാധ്യതകളും 2 അനുഭവിക്കാനുള്ള ഒരു യോഗം ആലോചിച്ച് നോക്കും. പക്ഷേ അത് തീർച്ചയായിട്ടും അതിപ്പോൾ നമ്മൾ പറയുന്ന അത്ര എളുപ്പമല്ല. അങ്ങനെ ജീവിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുക. ആ മാറ്റം പോലും എന്തുമാത്രം പെയിൻഫുൾ ആയിരിക്കും. ഒരു ശരീരം സമ്പൂർണ്ണമായി ഒരു പുരുഷൻ്റെ ശരീരം പൂർണ്ണമായും ഒരു സ്ത്രീയുടേതായി മാറ്റിയെടുക്കാനൊക്കെയുള്ള പ്രോസസ്സ് മെഡിക്കൽ സയൻസ് എത്ര തന്നെ ശക്തമാണെങ്കിലും പക്ഷേ അത് മാറ്റിയെടുക്കാൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ശരീരം, ഒരു മനസ്സും ഒരു വ്യക്തിയും അനുഭവിക്കേണ്ടി വരുന്ന വേദനയൊക്കെ വേറെയുണ്ട്. പക്ഷേ എന്തായാലും ഇത്തരം ചോദ്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ തൊട്ട് ഹൈക്കോടതികൾ വരെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ ഒരു പ്രാധാന്യം. ആ ഗൗരവം നമ്മൾ പ്രേക്ഷകർക്ക് കൈമാറുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.